കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. മക്കളെ, വിഗ്രഹങ്ങളെയും ആൾദൈവങ്ങളെയും നിങ്ങൾ ഒരിക്കലും ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തൻ മാത്രമായിരിക്കണം നിന്റെ ഹൃദയ അൾത്താരയിലെ ഏക പ്രതിഷ്ഠ. നിന്റെ ഹൃദയത്തിൽ കടന്നുവരാൻ എന്നെ അനുവദിച്ചാൽ ഞാനും നീയുമായി സജീവ ബന്ധം സ്ഥാപിക്കും. അപ്പോൾ നിന്റെ ചിന്തകൾ, മനോഭാവം, മൂല്യങ്ങൾ, മനസ്സാക്ഷി തുടങ്ങിയ സമസ്ത തലങ്ങളിലേക്ക് ഞാൻ കടന്നുവരും. നിന്റെ ഹൃദയ അൾത്താരയിലെ ഭൗതിക വിഗ്രഹങ്ങളാകുന്ന മോഹങ്ങളും ആസക്തികളുമൊക്കെ ഞാൻ നീക്കം ചെയ്യും. സ്വയത്തിൻ്റെയും ആസക്തികളുടെയും പീഠങ്ങളെ ഞാൻ മറച്ചിടും. ദേവാലയ ശുദ്ധീകരണം നടത്തും. നിനക്കിഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. മാറ്റങ്ങളെ മക്കൾ ഒരിക്കലും ഭയപ്പെടരുത്. അതിൽ അസ്വസ്ഥരാകുകയും ചെയ്യരുത്. നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നതിന് പഴയത് മാറ്റിയേ പറ്റൂ. ശുദ്ധീകരണത്തിനായി സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ ഞാൻ നിന്നെ നടത്തുമ്പോൾ എന്നെ തള്ളിപ്പറയരുത്, വെറുക്കരുത്. പഴയ പാപശീലങ്ങൾ മാറ്റി പുതിയ കാഴ്ചപ്പാടുകളും താൽപ്പര്യങ്ങളും സാധ്യതകളും ഞാൻ നിന്നിൽ പുനഃസ്ഥാപിക്കും. ഇതൊക്കെ നീ അനുവദിച്ചാൽ മാത്രം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പാപലോകത്തിലെ ഭൗതിക സങ്കേതങ്ങളിലാണ് മക്കൾ സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. അതൊന്നും ഉറപ്പുള്ള ശാശ്വത അടിസ്ഥാനങ്ങളല്ല മക്കളെ. എന്നിൽ സുരക്ഷിത ബോധം കണ്ടെത്തുമ്പോൾ മാത്രമേ നിന്റെ പഴയ താൽപ്പര്യങ്ങളും സങ്കേതങ്ങളും ജീവിത ശൈലിയുമൊക്കെ നിനക്ക് ഉപേക്ഷിക്കുവാൻ ധൈര്യം വരികയുള്ളൂ. ഭൗതിക വിഗ്രഹങ്ങളിലും താൽപ്പര്യങ്ങളിലും ആശ്രയിച്ചുകൊണ്ടുള്ള ഭക്തിയും ആത്മീയ ശൈലിയുമൊക്കെ എളുപ്പമാണ്. പഴയതിൻ്റെ യാന്ത്രിക ആവർത്തനങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ് അധികം മക്കളും. പുതിയ ഹൃദയവും പുതിയ കാഴ്ചപ്പാടും നേടുന്നവർക്ക് മാത്രമേ എന്നോടൊപ്പം ജീവന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പാപം ആസക്തിയായി കഴിയുമ്പോൾ മക്കളെ, പിന്മാറ്റം അത്ര എളുപ്പമായിരിക്കില്ല. ജീവന്റെ വഴി തിരഞ്ഞെടുക്കുവാനുള്ള താൽപ്പര്യവും ഉണ്ടാവില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എനിക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് മക്കൾ ഉറച്ചു വിശ്വസിക്കണം. നിന്നെ പുതുക്കി പണിയുവാനും പുതിയ സൃഷ്ടിയാക്കുവാനും എന്നെ അനുവദിക്കണം. വചനത്തിൻ്റെ സ്വാധീനം ഇക്കാര്യത്തിൽ വളരെ വളരെ ആവശ്യമാണ്. എൻ്റെ മക്കളുടെ ആത്മീയ പ്രകടനങ്ങളെക്കാൾ ഞാൻ സംപ്രീതനാകുന്നത് എൻ്റെ മക്കളുടെ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധീകരണത്തിലാണ്.
ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് മക്കളെ. മാറ്റത്തിനും മാനസാന്തരത്തിനും നിത്യതയ്ക്കുള്ള ഒരുക്കത്തിനും വേണ്ടി ഞാൻ നൽകുന്ന ദാനമാണ് ആയുസ്സിന്റെ ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും. അത് പാപജീവിതം തുടരുവാനുള്ള അവകാശമായി മക്കൾ ഒരിക്കലും കാണരുത്. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന ശുഭഭാവിയും പദ്ധതികളും സാധ്യതകളും കാണുവാൻ നിന്റെ ആന്തരിക കണ്ണ് തുറന്നു തരാൻ മക്കൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ മക്കൾക്ക് വെളിവും ഉൾക്കാഴ്ചയും നൽകും. കുഞ്ഞെ, മാറ്റം തീർച്ചയായും ആവശ്യമാണ്. അതിന് നിങ്ങളൊരിക്കലും തടസ്സം നിൽക്കരുത്. മത്തായി 21 അധ്യായം. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം ആണ്. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമുക്ക് പുതിയ ദർശനങ്ങളും ഉൾക്കാഴ്ചകളും നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.